ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൺ ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സേമിയ ഉപ്പുമാവാണ്. നമ്മൾ പായസമൊക്കെ വെക്കുന്ന സേമിയ കൊണ്ടുള്ള ഉപ്പുമാവ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ സേമിയ ഉപ്പുമാവ് കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിട്ടാൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ സേമിയ ഉപ്പുമാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് സേമിയ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തുടരെ ഇളക്കി കൊടുത്ത് സേമിയയുടെ കളറ് മാറുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 4 മിനിറ്റോളം വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ വേണം സേമിയ വറുത്തെടുക്കാൻ. 4 മിനിറ്റ് കൊണ്ട് തന്നെ സേമിയ കളറ് മാറി റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. വറുത്ത പാത്രത്തിൽ തന്നെ വെച്ചാൽ സേമിയ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സേമിയ പാനിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. സേമിയ വറുത്തെടുത്ത അതേ പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1/2 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നും 10 കാഷ്യൂനട്ട് രണ്ടായിട്ട് മുറിച്ചതും ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ കളറ് മാറി ഒന്ന് മൂത്ത് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് 3/4 ടീസ്പൂൺ ഇഞ്ചി കുത്തി അരിഞ്ഞതും 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും 1/4 കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും 1 വറ്റൽമുളക് 3-4 കഷ്ണങ്ങളാക്കി മുറിച്ചതും 3/4 ടീസ്പൂൺ ഉപ്പും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് എല്ലാം ഒന്ന് നല്ലവണ്ണം വഴന്ന് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം. രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുത്തു കഴിയുമ്പോൾ ക്യാരറ്റും സവാളയും എല്ലാം നല്ലവണ്ണം ഒന്ന് വഴന്നു വരും. ഈ സമയം ഇതിലേക്ക് 2 കപ്പിൽ താഴെ വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് സേമിയയ്ക്ക് 1.25 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതൊന്ന് നല്ലവണ്ണം തിളച്ച് വരാനായിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റ് ആകുമ്പോൾ അടപ്പ് മാറ്റി നോക്കാം. ഇപ്പോൾ വെള്ളം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ ഇട്ട് കൊടുത്ത ശേഷം തവിയുണ്ട് തുടരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. സേമിയ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് അടച്ചു വെച്ച് 2-3 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വെള്ളം പറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ തിരുവിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. പക്ഷേ തേങ്ങ ഇട്ട സേമിയ ഉപ്പുമാവ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ സമയം ഉപ്പെല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെക്കാം. 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ അടപ്പ് മാറ്റി ഉപ്പുമാവ് ഇളക്കി കൊടുക്കാവൂ. സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞുള്ള 3 മിനിറ്റ് കൊണ്ട് ഉപ്പുമാവ് നല്ലവണ്ണം ഒന്ന് വെന്ത് വരും. അതുകൊണ്ടാണ് സ്റ്റൗ ഓഫ് ചെയ്ത ഉടനെ ഉപ്പുമാവിൻ്റെ അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കാത്തത്. ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. തേങ്ങയും പഞ്ചസാരയും എല്ലാം ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കറിയില്ലെങ്കിലും ഈ ഉപ്പുമാവ് കഴിക്കാനായിട്ട്. ഒട്ടിപ്പിടിക്കാതെയും കട്ട കെട്ടാതെയും നല്ല സോഫ്റ്റായിട്ട് സേമിയ ഉപ്പുമാവ് കിട്ടിയിട്ടുണ്ട്. ഇനി സേമിയ വാങ്ങുമ്പോൾ നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണേ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സേമിയ ഉപ്പുമാവ് ഈ രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.